ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എന്താണ് തിരുവചനാധിഷ്ഠിത പ്രവചനം? ആരാണ് കള്ളപ്രവാചകന്മാരെന്ന തിരുവചന പഠന പരമ്പരയുടെ 5ാമത് അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടിയന് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതൊരു ലേഖന രൂപത്തിൽ പഠന പരമ്പര എന്ന നിലയിൽ ലേഖനങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വിവിധ മാധ്യമങ്ങളിൽ കൂടി പലർക്കും ലഭിച്ചിട്ടുള്ളതാണ്. അതിലൊരു ഓഡിയോ വെർഷൻ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് പേർക്ക് കൂടി അത് ഉപകാരപ്പെടട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ്. നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന സബ്ജക്റ്റ് തിരുവചന പ്രകാരമുള്ള പ്രവചനം ശുശ്രൂഷ എപ്രകാരമുള്ളതായിരിക്കണം. തിരുവചന പ്രകാരമുള്ള പ്രവചന ശുശ്രൂഷ എപ്രകാരം ഉള്ളതായിരിക്കണം. ദൈവം മനുഷ്യന് നൽകുന്ന വിശേഷപ്പെട്ട വരമാണ്, ഗിഫ്റ്റാണ് പ്രവചനവരം. ഈ വരം ലഭിക്കുവാൻ നാം ഏറെ ഉള്ളവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും പ്രവചിക്കണമെന്ന തൻ്റെ ആഗ്രഹവും പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. നമുക്ക് തിരുവചനത്തിലേക്കൊന്ന് പ്രവേശിക്കാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ ആത്മീയവരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പി. നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിലാണ് ഞാൻ പറഞ്ഞ വാക്യങ്ങളുള്ളത്. അപ്പം ആത്മീയവരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പി. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും എല്ലാവരും പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് ഗൗരവമുള്ള, അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു വരം തന്നെയാണ് പ്രവചനവരം. പ്രവചനവരത്തിന് ഒരു പ്രവചന ശുശ്രൂഷ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് കൃത്യവും വ്യക്തവും ശക്തവുമായ മാനദണ്ഡങ്ങൾ പുതിയ നിയമത്തിലും ഉണ്ട്. നമുക്കത് പ്രാഥമികമായി അത് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. 1 പ്രവചനം, റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണമായിരിക്കണം. പ്രവചനമെങ്കിൽ അത് നമ്മുടെ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസവുമായി യോജിക്കുന്നതായിരിക്കണം പ്രവചനം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. പലപ്പോഴും അപ്പോസ്തലന്മാരുടെ നടപടിക്രമത്തിൻ്റെ ഭാഗമല്ലാത്ത രീതിയിലുള്ള പ്രവചനങ്ങൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അപ്പോസ്തലന്മാരുടെ നടപടിക്രമങ്ങളുടെ ഭാഗമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക നടപടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതരം ഉപദേശങ്ങളോ എന്തെങ്കിലും പ്രവർത്തികളോ ഈ പ്രവാചകന്മാർ ചെയ്താൽ ഒരിക്കലും നമ്മൾ അവരെ അതിന് പ്രോത്സാഹിപ്പിക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിന് ഒത്തവണ്ണം മാത്രമേ പ്രവചനം സാധ്യമാകുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലും പ്രവചിച്ചാൽ തീർച്ചയായിട്ടും നമ്മളവരെ ഒഴിവാക്കണം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. പ്രവചനമെങ്കിൽ അത് പ്രബോധനം നൽകുന്നതായിരിക്കണം. പ്രവൃത്തി 15-ാം അധ്യായം 32-ലേക്ക് വരുമ്പോൾ ജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതായിരിക്കണം. ആ വാക്യം ഇതാണ്: യൂദായും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് അവർ പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു വന്നു. അപ്പം ആദിമസഭയിലെ പ്രവാചകന്മാർ വചനങ്ങളാൽ ദൈവജനങ്ങളെ ഉറപ്പിച്ചു പോകുന്നു. അപ്പോൾ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുക, സകല മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക എന്നുള്ള ലക്ഷ്യമാണ് പ്രവചന ശുശ്രൂഷയ്ക്കും പ്രവാചകന്മാർക്കും ഉള്ളത്. പ്രവചനം ദൈവജനത്തിന് ആത്മീയ വർധനവ് വരുത്തുന്നതായിരിക്കണം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പോൾ പ്രവചനം ആത്മീയ വർധനവ് വരുത്തുന്നതായിരിക്കണം, പ്രബോധനം നൽകുന്നതായിരിക്കണം, ആശ്വാസം നൽകുന്നതായിരിക്കണം. അപ്പം ആത്മീയ വർധനവ് വരുത്തുക എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം. നമ്മുടെ ദിവ്യാഗ്രഹത്തിൻ്റെ അങ്ങേ കരയിൽ കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്ന പ്രവചനങ്ങളാണെങ്കിൽ അത് മനുഷ്യനെ ദിവ്യാഗ്രഹീണമാക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു വീടുള്ള 4 വീട് കിട്ടുമെന്നോ 1 ഏക്കർ തോട്ടമുള്ള 10 ഏക്കർ തോട്ടം മേടിക്കുന്നു ഒക്കെ തട്ടി വിടുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. പണക്കാരനെ വലിയ ചെറുതിനെ വലുതിനെ പിന്നെയും വലുതാക്കുമെന്ന് പറയുന്ന പ്രവാചകന്മാർ. അവർ ശരിക്കും അവർ മനുഷ്യനെ ദ്രവ്യാഗ്രഹീണമാക്കുകയാണ്. ഒരിക്കലും ആ ദ്രവ്യാഗ്രഹം ഒരു മനുഷ്യനെ ആത്മീയ വക്തതയിലേക്ക് നടത്തുകയില്ല. മാത്രമല്ല, നമ്മളെല്ലാം മനസ്സിലാക്കാൻ വേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം, ബൈബിളിൽ ഒരിടത്തും
മറ്റ് പല പാപങ്ങളും ചെയ്തവർ മടങ്ങി വന്നിട്ടുണ്ടെങ്കിലും ഈ ദിവ്യാഗ്രഹത്തിൽ വീണുപോയവരാരും വേദപുസ്തക ചരിത്രത്തിൽ അവരൊന്നും മടങ്ങി വന്നതായിട്ട് നമുക്കൊരു ആധികാരിക രേഖ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ജനത്തെ ദിവ്യാഗ്രഹികളാക്കുന്ന പ്രവാചകന്മാരെ തീർച്ചയായിട്ടും നമ്മൾ ഒഴിഞ്ഞ് നിൽക്കണം. പിന്നീട് 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ ഹൃദയരഹസ്യം വെളിപ്പെടുത്തുന്നതും ജനത്തിന് പാപബോധം വരുത്തുന്നതുമായിരിക്കണം. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിൻ്റെ 24, 25, 37 വാക്യങ്ങളൊക്കെ നമുക്കത് കാണുവാൻ കഴിയും. അത് മൊത്തം ഞാൻ വായിക്കുന്നില്ല. 1 കൊരിന്ത്യർ 14-ാം അധ്യായം മുഴുവൻ വായിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ ആ പ്രധാനപ്പെട്ട വാക്യങ്ങൾ മാത്രം ഞാനത് വായിക്കുകയാണ്. അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരും എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവൻ്റെ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ് വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ജനത്തെ നമസ്കരിക്കും. നിങ്ങൾ പെന്തക്കോസ്തിൻ്റെയൊക്കെ തുടക്കം, പ്രത്യേകിച്ച് കേരളക്കരയിലെ പെന്തക്കോസ്തിൻ്റെയൊക്കെ തുടക്കമൊക്കെ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ആദിമകാലത്തെ സഭകളിലൊക്കെ മിക്കവാറും സഭകളിലൊക്കെ 2-3 പ്രവാചകന്മാരൊക്കെ കാണും. അപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നാൽ തീർച്ചയായിട്ടും അവിടെ സംഭവിക്കുന്നത് വലിയൊരു കരച്ചിലും ഒക്കെ ആയിരിക്കും. ഇന്നത്തെ പോലെ പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ ഒരു തുള്ളിച്ചാട്ടമോ പെട്ടെന്നൊരു സന്തോഷമോ പെട്ടെന്നൊരു ഒരു ഒരു ആഹ്ലാദ പ്രകടനങ്ങളോ ഒന്നും ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് ഒരു സഭയിലേക്ക് ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ ഈ ദൈവവചനം കേട്ട് പ്രവാചകന്മാരുടെ വാക്ക് കേട്ട് അവൻ്റെ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ അവൻ പൊട്ടിക്കരയുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അവൻ പൊട്ടിക്കരഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പൊട്ടിക്കരഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുകയായിരുന്നു അന്ന് പുറത്തു നിന്നൊരാൾ നമ്മുടെ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നാൽ സംഭവിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് പലപ്പോഴും അതിന് വ്യത്യാസം വന്നെങ്കിൽ അത് ബൈബിളിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ ഉപദേശപരമായ വിഷയങ്ങൾ അല്പം വെള്ളം ചേർത്തുവോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ 1 കൊരിന്ത്യർ 13-ാം അധ്യായം പഠിപ്പിക്കുന്നതും മർമ്മവും ജ്ഞാനവും വെളിപ്പെടുത്തുന്നതുമായിരിക്കണം. അപ്പം പ്രവാചകന്മാരുടെ മറ്റൊരു ഡ്യൂട്ടി അത് പഠിപ്പിക്കുന്നതായിരിക്കണം, മർമ്മവും ജ്ഞാനവും വെളിപ്പെടുത്തുന്നതായിരിക്കണം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 2:14-31 ദൈവസഭയുടെ ആത്മീക പുരോഗതിക്ക് വേണ്ടി നൽകുന്ന വരമാണ് പ്രവചനവരം. എന്നാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൻ്റെ ലളിതവും വ്യക്തവുമായ മാർഗരേഖ പുതിയ നിയമ തിരുവെഴുത്തുകൾ ഉണ്ട്. മാത്രമല്ല പ്രവാചകൻ ഒരിക്കലും അപ്രമാദിത്വമില്ല. ഒന്നോ അതിലധികമോ ആളുകൾ പ്രവചിക്കുമ്പോൾ കേൾവിക്കാരായ ദൈവജനം അത് അതേപടി വിട്ടു വിഴുങ്ങാതെ ഉൾക്കൊള്ളാതെ സൂക്ഷ്മതയോടെ വിവേചിച്ചുകൊണ്ടിരിക്കണം എന്ന് തിരുവചനം വ്യക്തമായി നമ്മളെ ഉപദേശിക്കുന്നു. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 29-ാം വാക്യം, 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിൻ്റെ 29-ാം അധ്യായം എല്ലാവരും ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാചകന്മാർ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ദൈവം സംസാരിക്കുന്നു എന്ന രീതിയിൽ കണ്ണുമടച്ചതിനും മുഴുവനോടെ ഉൾക്കൊള്ളാതെ നമ്മൾ അത് തീർച്ചയായിട്ടും നമ്മൾ വിവേചിക്കുകയും കൂടെ ചെയ്തോണം. പ്രത്യേകിച്ച് പുറത്തു നോക്കി ഒരാൾ ഒരു നമ്മുടെ സഭകളിലേക്ക് വീടുകളിലേക്ക് പ്രവാചകന്മാർ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവമല്ല വരുന്നത്, ദൈവം അയച്ചിട്ടായിരിക്കാം വരുന്നത്, പക്ഷേ ദൈവമല്ല വരുന്നത്. മനസ്സിലായോ? ദൈവം അയച്ചിട്ടാകാൻ വരുന്നത്, പക്ഷേ ദൈവമല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭയഭക്തിയാദരവുകൾ ദൈവത്തിൻ്റെ സ്ഥാനം പ്രവാചകന് കൊടുത്താൽ പ്രവാചകൻ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയാസമുള്ള അല്ലെങ്കിൽ ഉപദേശപരമായ വിഷയങ്ങളിൽ വിരുദ്ധ ഉപദേശങ്ങളുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭവനത്തെ ബാധിക്കും, സഭയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വിഷയങ്ങളിൽ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരെയും നമ്മൾ വിവേചിച്ചേ പറ്റുകയുള്ളൂ. കള്ളപ്രവാചകന്മാരും കള്ളപ്രവചനങ്ങളും ഉള്ളതിനാൽ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് കേൾക്കുന്നവർ വിവേചിച്ചറിയണം. പഴയ നിയമത്തിലൂടെയും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിലൂടെയും ദൈവം സത്യം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന് വിരുദ്ധമായ പ്രവചനങ്ങളെല്ലാം കള്ളവും അപകടകരവുമാണ്. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ഉപദേശത്തിനും വെളിപ്പെട്ട് കിട്ടിയ സത്യത്തിനും വെളിപ്പെടുത്തി കിട്ടിയ നമുക്ക് ആ പ്രമാണത്തിനും വിരുദ്ധമായ ഏത് പ്രവചനവും, അതെനിക്ക് പുതുതായിട്ട് കിട്ടിയ വെളിപ്പാടാണെന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം കള്ളവും അപകടകരവുമാണ്. ഇന്ന് വിമർശകരെ പല പ്രവാചകന്മാർക്കും ഭയമാണ്. പ്രവചിച്ച കാര്യങ്ങളെപ്പറ്റി രണ്ടാമതൊരു വിശദീകരണം ചോദിക്കുന്ന വിശ്വാസികളെ ശത്രുവായി കാണുവാനാണ് പല പ്രവാചകന്മാർക്കും ഇഷ്ടം. കാരണം പല പ്രവാചകന്മാരും പറയുന്നേക്കാം, അത് ഞാൻ ദൈവാത്മാവ് എന്നിക്കൂടി ഇങ്ങനെ സംസാരിച്ച് പോവുകയായിരുന്നു, പിന്നീട് ചോദിച്ചാൽ
വിശദീകരണം തരുവാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാൾ പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവാത്മാവ് ഒരു വ്യക്തിയെ ബാധിക്കുകയില്ല, അഭിഷേകം ചെയ്യുകയുള്ളൂ. ബാധിക്കുന്നത് പിശാചാണ്. പറഞ്ഞ കാര്യത്തെപ്പറ്റി പ്രവാചകന് ഉത്തരവാദിത്തമില്ലെങ്കിൽ, ഒരു വിശദീകരണം നൽകുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പ്രവാചകനെ ബാധയാണ് കൂടിയത്, ഒരിക്കലും ദൈവാത്മാവ് അല്ല. അതുകൊണ്ട് പ്രവചിച്ച കാര്യത്തെപ്പറ്റി പ്രവാചകന് ഉത്തരവാദിത്വമുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ചോദിച്ചാൽ തീർച്ചയായിട്ടും മറന്നുപോയെന്ന് പറഞ്ഞോ, ദൈവം നേരിട്ട് സംസാരിക്കുകയായിരുന്നു, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. അങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ പിന്നെ ആ വ്യക്തിയെ നമ്മൾ സഭയിലോ വീടുകളിലോ അടുപ്പിക്കരുത്. കാരണം അത് ബാധയാണ്. ദൈവാത്മാവ് ഒരു വ്യക്തിയിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ അവനെ ബാധിക്കുകയില്ല, ഒരിക്കലും വ്യക്തിയെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഒരിക്കലും ഏറ്റെടുക്കുകയില്ല. ഒരു വ്യക്തിയുടെ നിയന്ത്രണം ഒരിക്കലും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയില്ല. പരിശുദ്ധാത്മാവ് വ്യക്തിയെ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രവാചകന് പറഞ്ഞ കാര്യങ്ങളിൽ പരിപൂർണ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. തിരുവെഴുത്ത് ശ്രദ്ധിക്കുക. 2 പത്രോസ് 1:21. 2 പത്രോസ് 1:21. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ദൈവം പ്രവാചകനോട് സംസാരിക്കുന്നു, ആ നിയോഗം അനുസരിച്ച് പ്രവാചകൻ നമ്മളോട് സംസാരിക്കുന്നു. ഇതാണ് തിരുവചന ഉപദേശപ്രകാരം സംഭവിക്കേണ്ടത്. അങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ ആരെങ്കിലും പ്രവാചകൻ ഒഴിഞ്ഞു മാറിയാൽ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ അത് ബാധയാണ്. ആ പ്രവാചകനെ നമ്മൾ ഒഴിയുക. ആ പ്രവാചകനെ ദൈവം അയച്ചിട്ട് വന്നതല്ല. കാരണം പ്രവചിച്ച കാര്യത്തിൽ പ്രവാചകന് പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. പിന്നെ ഈ പ്രായമായ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ഒക്കെ തലയിൽ കൈവച്ച് മകനെയും മകളെയും എന്നൊക്കെ വിളിക്കുന്ന കുട്ടി പ്രവാചകന്മാരെയൊക്കെ ഞാൻ ധാരാളമായി കണ്ടിട്ടുണ്ട്. ഒരു ബഹുമാനമില്ലാതെ. അപ്പം ദൈവം നേരിട്ടങ്ങ് സംസാരിക്കുക എന്നാണ് പറയുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ദൈവവചന വിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവരെയൊന്നും ബാധിക്കുന്ന പരിജ്ഞാനത്തിൻ്റെ ആത്മാവല്ല. പരിശുദ്ധാത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്. 10 വയസ്സുള്ള കുട്ടി 15 വയസ്സുള്ള കുട്ടിക്ക് 90 വയസ്സുള്ള അമ്മച്ചിയെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ലെങ്കിൽ ആ കുട്ടിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ ബാധിക്കുന്ന ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവല്ല. അപ്പോൾ പരിജ്ഞാനത്തിൻ്റെ ആത്മാവല്ല, പിന്നെ ആ പ്രവാചകനെ ബാധിക്കുന്ന ആത്മാവ് ഏതാ? അത് ദുരാത്മാവാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് പ്രവാചകൻ്റെ ഭാഷ പോലും നോക്കി നമുക്ക് പ്രവാചകനെ വിലയിരുത്തുവാൻ സാധിക്കും. ശോധന ചെയ്യാതെ പ്രവാചകന്മാർ പറയുന്നതും അതേപടി സ്വീകരിച്ചാൽ നമുക്ക് നന്മയ്ക്ക് പകരം സകല ദോഷങ്ങളും കൂടെ പോരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു: പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിച്ചുകൊള്ളുവിൻ, സകല ദോഷങ്ങളും വിട്ടകലുവിൻ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 20-22 വാക്യങ്ങൾ. പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകല ദോഷങ്ങളും വിട്ടകലുവിൻ. അപ്പം സകലതും ശോധന ചെയ്തില്ലെങ്കിൽ സകലവിധ ദോഷങ്ങളും വിട്ടകലുന്നതിന് പകരം ചിലപ്പോൾ സകല ദോഷങ്ങളും, നിങ്ങൾ ചെറിയൊരു ഭാരം തീർക്കാൻ വേണ്ടി പ്രവാചകനെ വിളിച്ചാൽ സകല ദോഷങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നു എന്നിരിക്കാം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുക, പ്രവാചകന്മാരെ അധികം ആശ്രയിക്കാതിരിക്കുക. നമ്മളോട് ദൈവാത്മാവിനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ദൈവത്തിന് അയക്കാൻ അറിയാം, നമ്മൾ തപ്പിപ്പോകേണ്ട ആവശ്യമില്ല എന്ന് അർത്ഥം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.